നമ്മുടെ ദേവയാനി പാത്രം നിറച്ച് പലഹാരവുമായിട്ട് എത്തുകയാണ്. ഏട്ടത്തിക്ക് ഇതെന്താ പറ്റിയത്? എന്നും മോനും മരുമോളും വരുമ്പോഴത്തേക്കിനും പാത്രം നിറച്ച് പലഹാരമായിട്ട് ഏട്ടത്തി കാത്തിരിക്കുകയാണല്ലോ. ഏട്ടത്തിയൊക്കെ എങ്ങനെ ഇങ്ങനെ അധപ്പതിച്ച് പോകാൻ പറ്റുന്നു എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ ദേവയാനി ചോദിക്കും, എന്ത് പറ്റി? അല്ല, ഏട്ടത്തിയെ ശരിക്കും അവളുടെ ഒരു വേലക്കാരിയാക്കി മാറ്റിയിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ദേവയാനി പറയാണ്, എൻ്റെ മോൻ പെൺകോന്തൻ, അവനൊരു പെൺകോന്തനായി മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടതാ അവനും ഇഷ്ടം. പിന്നെ എനിക്ക് എന്ത് ചെയ്യാനാ എന്നിങ്ങനെ പറയുകയാണേ. അപ്പം മുത്തശ്ശി പറയണേ, ആണുങ്ങളായ അങ്ങനെ വേണം. സ്വന്തം ഇഷ്ടം നോക്കാതെ സ്വന്തം ഭാര്യയുടെ ഇഷ്ടങ്ങൾ നോക്കി അറിഞ്ഞ് പ്രവർത്തിക്കണം. എന്നാലും ആണുങ്ങൾ ഇങ്ങനെ പെണ്ണുങ്ങളുടെ അടിമയാകാൻ പാടുണ്ടോ അമ്മയെന്ന് ഇങ്ങനെ ജലജ ചോദിക്കുക. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അടിമയാകണമെന്നൊന്നും അല്ല പറഞ്ഞത്, പക്ഷെ പരസ്പരം മനസ്സിലാക്കി ജീവിക്കാൻ സാധിക്കണം എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശി. അങ്ങനെ ജീവിക്കാത്തവരുടെ അനുഭവങ്ങളൊക്കെ നിനക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടല്ലോ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത്? നിന്റെ കുട്ടികളുടെ അച്ഛൻ ഇപ്പം നിന്റെ കൂടെ ഉണ്ടോ? നിനക്കൊപ്പം ജീവിച്ചപ്പോൾ നിന്റെ ഭർത്താവിന് നീ സ്വസ്ഥത കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ നിന്നെ വിട്ടിട്ട് പാട്ടിന് പോയത്. എന്നിട്ട് നീ കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ട എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ജലജനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ദാ അവർ വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജലജ ഇങ്ങനെ എത്തി നോക്കുക കേട്ടോ. അപ്പോൾ ആദർശും നയനയും നമ്മുടെ കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, നമ്മുടെ മെമൻ്റൊക്കെ പിടിച്ചിട്ട് തല ഉയർത്തിപ്പിടിച്ച് നടന്നങ്ങോട്ടേക്ക് ചെല്ലാൻ പറയുക കേട്ടോ. അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നോക്കട്ടെ മുത്തശ്ശി എന്നൊക്കെ വിളിച്ചിട്ടൊക്കെയാണ് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയാണ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ജലജ പറയും, ഇതിപ്പോൾ നോക്കാൻ എന്താ, ഇത് ടി വി കണ്ടതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, ടി വി കണ്ടെങ്കിൽ എന്താ നേരിട്ട് കണ്ടൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇവിടെ വേറെ പെണ്ണുങ്ങളുണ്ടല്ലോ, എന്നിട്ട് ഇതുപോലെ ഒരു അവാർഡ് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുക. അപ്പോഴത്തേക്കും നായനെ ഇങ്ങനെ ദേവയാനിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ദേവയാനി ഇത് നമ്മൾ സീൻ മാറ്റി കേട്ടോ. ഇത് മേടിച്ചുകൊണ്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിനക്കിത് ഓഫീസിൽ വെച്ചാൽ പോരായിരുന്നോ? എല്ലായ്പ്പോഴും അങ്ങനല്ലേ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ജലജ പറയും, ഓഫീസിൽ വെച്ചാൽ നമ്മളെങ്ങനെയാണ് കാണുന്നത്? നമ്മളെല്ലാവരെയും ഇവർക്ക് കാണിക്കണ്ടേ? ഇതൊന്ന് നോക്ക് ദേവയാനി ഇങ്ങനെ മുത്തശ്ശി പറയേ. അന്നേരം ദേവയാനി പറയാണ്, അവാർഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഇതൊന്നും കാണാനല്ല ഞാൻ അങ്ങോട്ടേക്ക് പോയത്. നമ്മുടെ നയന കുളിച്ച് സുന്ദരിയായിട്ട് ഇങ്ങനെ സീറ്റ് ഔട്ടിലിരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ആരും കാണാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു ഗ്ലാസ്സിനകത്ത് ഒരു സാധനമായിട്ട് വരികയാണ്. അപ്പോൾ നയന ഇങ്ങനെ ചോദിക്കും, നയന പെട്ടെന്ന് എണീക്കും കേട്ടോ. എന്നിട്ട് ഇതെന്താ അമ്മയും ചോദിക്കുക. അന്നേരം പറയും, ഇതൊരു ആയുർവേദ മരുന്നാണ്, കരളിനും ശരീരത്തിനും ഒക്കെ നല്ലതാണ്. ഞാനിത് ഒരുപാട് കുടിച്ചതാ, ഇനി ഇത് എൻ്റെ മോള് കുടിക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നയന പറയും, വേണ്ട ഇതെനിക്ക് വേണ്ടെന്ന് പറയും. വേണ്ട സീൻ ഉണ്ടാക്കൽ, ഇവിടെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ നീ പെട്ടെന്ന് കുടിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നയനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്.